കോൺഗ്രസിൽ ഉദിച്ചുയരുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ആലപ്പുഴയിൽ പാർട്ടി കളത്തിലിറക്കുന്നു. സിറ്റിംഗ് എംപിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കോൺഗ്രസിന് ഇപ്പോഴത്തെ നിലയിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടത് ആലപ്പുഴയിലാണ്. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയുടെ മുൻ MP-യുമായ KC വേണുഗോപാൽ തന്നെയാണ് സാധ്യതാ പട്ടികയിൽ ഇപ്പോഴും ഒന്നാമൻ. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും സിറ്റിംഗ് എംപിമാരെ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ്. എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ ഫാക്ടർ അലയടിച്ചപ്പോഴും തകരാതെ CPM-നൊപ്പം പിടിച്ചു നിന്ന ആലപ്പുഴ മണ്ഡലത്തിലാണ് ഇക്കുറി കോൺഗ്രസിൽ ചർച്ചകൾ ഏറെ നടക്കുന്നത്. ആരെയാകും കോൺഗ്രസ് ഇവിടെ മത്സര രംഗത്ത് ഇറക്കുകയെന്നത് CPM-ഉം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ വട്ടവും മണ്ഡലത്തിൽ ഉയർന്നുകേട്ട പേരുകളിൽ ഒന്നായിരുന്നു KC വേണുഗോപാലിന്റേത്. എന്നാൽ അവസാന വട്ടം മത്സര രംഗത്ത് നിന്ന് സംഘടനാ പ്രവർത്തനത്തിന്റെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി അദ്ദേഹം പിന്മാറുകയായിരുന്നു. ഇക്കുറിയും ആലപ്പുഴ മണ്ഡലത്തിൽ KCയുടെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ KC വേണുഗോപാൽ ഇതുവരെയായും തന്റെ മനസ്സ് തുറന്നിട്ടില്ല. ഇക്കുറി ഇന്ത്യ സഖ്യത്തിന്റെ ചുമതലകൾ കൂടി വഹിക്കേണ്ട സാഹചര്യമുള്ളതിനാൽ KC മത്സര രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ യുവരക്തങ്ങളിൽ ഒന്നായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തവണ നറുക്കുവിനയിക്കും. കഴിഞ്ഞ തവണ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ അവസാനം വരെ രാഹുലിന്റെ പേര് പരിഗണിച്ചിരുന്നു. ഒടുവിൽ സീറ്റ് നൽകിയില്ല. അന്ന് പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലെ പരിചിത മുഖം മാത്രമായിരുന്നു രാഹുൽ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, കാലം മാറി. പിണറായി വിജയന്റെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട് സർക്കാരിനെതിരെ സമരം നയിക്കുന്ന തരത്തിലേക്ക് വളർന്ന രാഹുലിനെ കോൺഗ്രസ് ഇത്തവണ കണ്ടില്ലെന്ന് എന്തായാലും നടിക്കില്ല. പക്ഷെ ഇതൊക്കെയും മണ്ഡലത്തിലെ മുൻ MP കൂടിയായിരുന്ന KC വേണുഗോപാലിന്റെ തീരുമാനത്തിന് അനുസൃതമായിരിക്കും. നേരത്തെ മണ്ഡലത്തിൽ സിനിമാ താരം സിദ്ദിഖ് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അതിലൊന്നും പ്രതികരിക്കാൻ പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. KC മത്സരിക്കുന്നില്ലെങ്കിൽ രാഹുൽ എത്തുമെന്ന് തന്നെയാണ് വലിയൊരു വിഭാഗത്തിന്റെ പ്രതീക്ഷ. അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ മാത്രമേ ആലപ്പുഴ മണ്ഡലത്തിലെ മത്സര ചിത്രം പൂർണ്ണമായും വ്യക്തമാകൂ. അതിനിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ ജില്ലയിൽ DCCയുടെ വാർ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. AICC നിർദ്ദേശപ്രകാരമാണ് നടപടി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് വാർ റൂമിന്റെ ലക്ഷ്യം. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ചിട്ടപ്പെടുത്താനും ഇതിലൂടെ കഴിയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.